തൊണ്ടയിലും മൂക്കിലൊക്കെ എപ്പോഴും കഫം കെട്ടി നിൽക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നാറുണ്ടോ? എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. അലർജി, സൈനസൈറ്റിസ് ഒക്കെ ഉള്ള ആളുകൾ വളരെ കോമൺ ആയിട്ട് ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് തൊണ്ടയിലും മൂക്കിലൊക്കെ നല്ല രീതിയിൽ കഫം ഉണ്ടാവുക എന്നുള്ളത്. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇടയ്ക്കിടയ്ക്ക് തൊണ്ട കാറി തുപ്പുന്ന സ്വഭാവം ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആദ്യം സ്റ്റോപ്പ് ചെയ്യേണ്ടത് ആ ഒരു ഹാബിറ്റ് ആണ്. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ കൂടുതലായിട്ട് നമ്മുടെ തൊണ്ടയിലെ ലൈനിങ്ങിലൊക്കെ സ്ക്രാച്ച് വരാനും മ്യൂക്കസ് മെമ്മറിയിലൊക്കെ സ്ക്രാച്ച് വരാനും കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാവാനും കൂടുതൽ പുകച്ചിൽ അനുഭവപ്പെടാനും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതിന് പകരം നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യമായിട്ട് വേണ്ടത് നന്നായിട്ട് വെള്ളം കുടിക്കുക. ഒരു ദിവസം 3 ലിറ്റർ വെള്ളം നിർബന്ധമായിട്ട് കുടിച്ചിരിക്കുക. കാരണം നമ്മളെ കഫം നേർത്ത് പോകാൻ ഈ വെള്ളം കൂടി നമ്മളെ സഹായിക്കുന്നതാണ്. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഉപ്പിട്ട വെള്ളം കൊണ്ട് മൂക്കൊക്കെ വാഷ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം മൂക്കിനകത്തുള്ള ഇൻഫ്ലമേഷൻ ആണ് ഇതിനെല്ലാം പ്രധാനമായിട്ടുള്ള കാരണം. ഇത് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്ന വഴി പറ്റുന്നതാണ്. അതോടൊപ്പം തന്നെ നന്നായിട്ട് സ്റ്റീം ഇൻഹലേഷൻ, നന്നായിട്ട് ആവി പിടിക്കുക. ജനറൽ സർക്കുലേഷൻ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യും. മൂക്കിലും തൊണ്ടയ്ക്കകത്തൊക്കെ നീർക്കെട്ട് കുറയാനും ഇത് സഹായിക്കുന്നതാണ്. നമ്മൾ നിൽക്കുന്ന അറ്റ്മോസ്ഫിയർ ഡ്രൈ അല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അറ്റ്മോസ്ഫിയർ കൂടുതൽ ഡ്രൈ ആകുമ്പോൾ ഈ ബുദ്ധിമുട്ടൊക്കെ കൂടുതലാവുന്നതായിട്ട് കാണുന്നുണ്ട്. AC യൂസ് ചെയ്യുമ്പോൾ ഹ്യൂമിഡിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ നല്ല ഇതിൽ എയറേഷൻ ഒക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. ഇതൊക്കെ ചെയ്യുന്ന വഴി നമുക്ക് ഈ ബുദ്ധിമുട്ടൊക്കെ കുറയുമെങ്കിലും റൂട്ട് കോസ് ആയിട്ടുള്ള അലർജി അല്ലെങ്കിൽ സൈനസൈറ്റിസ് ആണ് നിങ്ങളുടെ ബുദ്ധിമുട്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യുക. പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ ഈ ബുദ്ധിമുട്ട് മാറ്റിയെടുക്കാൻ പറ്റുക. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ മൂക്കിലും അതുപോലെ തന്നെ തൊണ്ടയിലൊക്കെ കഫം കെട്ടി നിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? എന്നാൽ താഴെ കമന്റ് ചെയ്യൂ.